ഇസ്രയേലിലേക്കുള്ള സൗദി കപ്പലിലേക്ക് ആയുധങ്ങളടങ്ങിയ ചരക്കുകൾ കയറ്റാൻ തയ്യാറാകാതെ തുറമുഖങ്ങളിലെ ഡോക്ക് വർക്കേഴ്സ്. ഇറ്റലിയിലെ തുറമുഖ നഗരമായ ജനോവയിലെ ഡോക്ക് വർക്കേഴ്സാണ് ആയുധങ്ങളടങ്ങിയ ലോഡ് കയറ്റാൻ വിസമ്മതിച്ചത്. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നിന്നുമെത്തിയ സൗദി കപ്പലായ ബഹ്റി യാൻബുവിലേക്കാണ് ഇവർ ചരക്കുകൾ കയറ്റാൻ വിസമ്മതിച്ചത്. ഇറ്റാലിയൻ കോൺഗ്ലോമറേറ്ററായ ലിയാൻഡോ നിർമ്മിച്ച ആയുധങ്ങൾ കയറ്റാനായാണ് സൗദി കപ്പൽ ഇറ്റാലിയൻ തുറമുഖത്തെത്തിയത്. അബുദാബിക്ക് വേണ്ടി നിർമ്മിച്ച ഒറ്റോമലേര പീരങ്കിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഈ ആയുധങ്ങൾ കയറ്റുന്നതിനായാണ് തൊഴിലാളികൾ വിസമ്മതിച്ചത്. ഒപ്പം ഇതിന്റെ ലോഡിംഗ് തടഞ്ഞു വെക്കുകയും ചെയ്തു. കപ്പലിൽ ഇതിനോടകം തന്നെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കവചിത വാഹനങ്ങളും ബാറ്റിൽ ടാങ്കുകളും ഉള്ളതായും ഇവർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആയുധങ്ങൾ ലോഡ് ചെയ്യുന്നതിന് തുറമുഖത്തെ തൊഴിലാളികൾ വിസമ്മതിച്ചെങ്കിലും 40ഓളം വരുന്ന മറ്റു തൊഴിലാളികൾ ആയുധങ്ങൾ കയറ്റാൻ സന്നദ്ധരായി. ഇതോടെ ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് മാറാൻ തുറമുഖം നിർബന്ധിതമായി. ഞങ്ങൾ യുദ്ധത്തിനായി തൊഴിലെടുക്കില്ല എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. ഗ്രീക്ക് യൂണിയനിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങളെ തുടർന്ന് ജനോവയിലെ ഡോക്ക് വർക്കർമാർ ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്കുള്ള സൈനിക ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിന് ജൂലൈ അവസാനം മുതൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പാലസ്തീനായുള്ള അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായായിരുന്നു ഈ നടപടികൾ. 2024 ഒക്ടോബറിൽ ഗ്രീക്ക് നഗരമായ പൈറസിലെ ഡോക്ക് വർക്കർമാരും ഇത്തരത്തിൽ അധിനിവേശ പാലസ്തീനിലേക്കുള്ള ചരക്കുകപ്പലിൽ ആയുധങ്ങൾ കയറ്റാൻ വിസമ്മതിച്ചിരുന്നു. പാലസ്തീന് സ്വാതന്ത്ര്യം, ഞങ്ങൾ ശാന്തിക്കായി നിലകൊള്ളും, ഗ്രീസ് യുദ്ധത്തിന്റെ ഭാഗമാകരുത് എന്ന മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ടാണ് ഇവർ ചരക്കുകൾ കയറ്റാൻ അന്ന് വിസമ്മതിച്ചത്. ഇതോടെ ആയുധങ്ങൾ അടങ്ങിയ ചരക്കുകളില്ലാതെ കപ്പലിൽ നിന്ന് തുറമുഖം വിടേണ്ടതായും വന്നിരുന്നു. ജൂൺ 4-ന് ഫ്രാൻസിലെ ഏറ്റവും വലിയ തുറമുഖമായ മാഴ്സേഫോസിലെ ഡോക്ക് വർക്കർമാരും അധിനിവേശ പാലസ്തീനിലേക്കുള്ള കപ്പലുകളിൽ ആയുധങ്ങൾ കയറ്റാൻ വിസമ്മതിച്ചിരുന്നു. 14 ടണ്ണോളം വരുന്ന മെഷീൻ ഗൺ കോമ്പണന്റുകളും പീരങ്കികളും ഭാഗമായിരുന്നു ഈ ചരക്കുകളിൽ ഉണ്ടായിരുന്നത്. ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോവുകയായിരുന്ന ഒരു കപ്പലിന് സ്പെയിനിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള കാർത്തഹേന തുറമുഖത്ത് അടുക്കാൻ അനുമതി കഴിഞ്ഞ വർഷം നിഷേധിച്ചിരുന്നു. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതിയും നിരോധിക്കുന്ന സ്പെയിനിന്റെ നയത്തിന് അനുസൃതമായാണ് ഈ നടപടിയും ഉണ്ടായത്. ആ കപ്പലിൽ ഏകദേശം 27 ടൺ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന് സ്പാനിഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഗാസ പിടിച്ചെടുക്കുകയല്ല ലക്ഷ്യമെന്നും ഗാസയെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഇസ്രയേലിലും പുറത്തും പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഇതിനെ നുണകളുടെ ആഗോള പ്രചാരണമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഗാസയിലെ അടുത്ത ഘട്ടങ്ങൾക്കായി വളരെ ചെറിയ സമയക്രമം മനസ്സിൽ ഉണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗാസയെ സൈനിക രഹിതമാക്കുക, ഇസ്രയേലി ഇതര സിവിലിയൻ ഭരണകൂടം ചുമതലയേൽക്കുക എന്നതാണ് ഗാസയിലെ ലക്ഷ്യമെന്നും നെതന്യാഹു വ്യക്തമാക്കി. പൂർണ്ണ സൈനിക നീക്കത്തിലൂടെ ഹമാസിനെ പുറത്താക്കി ഭരണമാറ്റമെന്നും ഹമാസിന് പകരം സിവിലിയൻ ഭരണമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന നിലപാട്. പക്ഷേ ഗാസയിലേക്ക് കടന്നു കയറുന്നത് കെണിയിൽ ചെന്ന് വീഴുന്നതിന് തുല്യമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നത്. സൈനിക നീക്കത്തിലൂടെ ബന്ദിമോചനവും ഭരണമാറ്റവും നടപ്പാക്കണമെങ്കിൽ മാസങ്ങൾ നീളുന്ന നടപടിയും ഗാസയുടെ സമ്പൂർണ്ണ തകർച്ചയുമായിരിക്കും ഫലം. അതോ ഇത് ഹമാസിനെതിരെയുള്ള സമ്മർദ്ദതന്ത്രമാണോ എന്നും വ്യക്തതയില്ല. ഹമാസ് ആയുധം താഴെ വെച്ച് ഭരണം വിട്ടൊഴിയാൻ തയ്യാറാവാത്തത് ചർച്ചകളിലുള്ള പ്രധാന തടസ്സം. ഇസ്രയേൽ പിന്മാറാതെ ഇത് സാധ്യമല്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.